പണി പഠിക്കാൻ വേണ്ടി വന്നതാ. ഓ വെഡിങ് കോഴ്സ്. എടാ മണ്ട, വെഡിങ് കോഴ്സ് അല്ലടാ, വെൽഡിങ്. ഇത് രണ്ടും ഒന്ന് തന്നെയാന്ന്. രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാ. ചിലപ്പം കൂട്ടി യോജിച്ചിരിക്കും, അല്ലെ വിട്ടുപോകും. എന്നാ വെണ്ടയ്ക്കാണേലും വേണ്ടില്ല, എന്നെ പണി പഠിപ്പിക്കണം. പണി പഠിപ്പിക്കാമല്ലോ. നിന്റെ പേരെന്നാടാ? എന്റെ പേര് കണ്ണൻ. നല്ല പേരാ കേട്ടോ. അത് സംഭവം എന്നാന്നറിയാമോ? കുഞ്ഞുനാളിൽ എന്റെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എന്റെ അമ്മയിട്ട പേരാ കണ്ണൻ. എന്താടാ നിന്റെ കാല് നോക്കി പേരിടാഞ്ഞത്? ഭാഗ്യം. നീ തുപ്പരുത്. ഈ തുപ്പ ഞാൻ എന്നാ ഡ്രാഗൺ കുഞ്ഞാണോ? എടാ അതാണോ ഞാൻ പറഞ്ഞത്? എടാ ഇവിടെ തുപ്പരുതെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ മുതലാളി പറഞ്ഞത്? നിങ്ങൾക്കറിയാവോ, 10-15 വർഷം ഈ നാട്ടിൽ ഒന്നുമില്ലാതെ ജീവിച്ചവനാ ഞാൻ. എന്റെ മുതലാളി ഒരു തോർത്തെങ്കിലും എടുത്ത് കൊടുക്കാൻ മേലായിരുന്നോ? അയ്യോ അതല്ലടാ ഞാൻ പറഞ്ഞത്. എടാ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ജീവിച്ചുണ്ടാക്കി എടുത്തോണ്ട് വന്ന ഈ പ്രസ്ഥാനം ഇനി എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ഉയ്യോ, ഇതിപ്പോ ഞങ്ങളെ കാണിച്ചോണ്ട് ജീവിക്കുമല്ലേ? എന്താ കണ്ടാ? ഞാനിത് മുഴുവൻ കണ്ടതാ, ഒത്തിരി കണ്ടിട്ടുള്ളതാ. ഇതെന്നാടാ ഒരു കൂലയും വേലയില്ലാത്ത നിനക്ക് ഇത്രയും നല്ല ഫോൺ? ഇതെന്റെ ഫോണല്ല, ഇതെന്റെ അപ്പന് ഓട്ട മത്സരത്തിന് സമ്മാനം കിട്ടിയ ഫോണാ. ആണോ? അത് ശരി. നിന്റെ അപ്പം നല്ലതായിട്ട് ഓടുവോ? പിന്നെ നല്ലതായിട്ട് കടന്നു ഓടും. ഒത്തിരി പേരുണ്ടാവോ ഈ മത്സരത്തില്? ഓ ഇല്ല, എന്റെ അപ്പനും 2 പോലീസുകാരും പിന്നെ ഈ ഫോണിന്റെ എന്റെ പൊന്നെ, മോഷണമായിരുന്നു. അവനൊന്നും പറയരുത്. ഒന്നാം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാ. എന്നാ പേടിയാണോ കൊച്ചാ നിനക്ക്? പേടിയില്ലാത്ത ഒരു മനുഷ്യന് കഴിഞ്ഞ 1 മാസം മുമ്പുണ്ടല്ലോ, ഫോണെ തോണ്ടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ ഫയർഫോഴ്സിന് കോള് പോയി. അവര് വന്ന കേസാകുമെന്ന് ഓർത്തുണ്ടല്ലോ, സ്വന്തം വീടിന് തീ കത്തിച്ചേച്ച് നോക്കിയിരുന്ന മനുഷ്യനായിരുന്നു. മുതലാളി വയറ് കത്തുന്നു. എങ്ങനെ കത്താതിരിക്കും? ഇങ്ങനെ ഇത് മൊത്തം വയറ് ചെയ്തിരിക്കുന്നത്. വയറിങ് കത്തുന്നുണ്ടെന്നാണോ പറഞ്ഞത്? പിന്നെ എന്റെ വയറ് കത്തുന്നുണ്ടെന്നാ പറഞ്ഞേ. എടാ കൊച്ചേ, നിനക്ക് ഈ പണിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ആ ബെസ്റ്റ്, ഈ പണിയെ കുറിച്ച് അറിയുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുവോ? ഇവർ ഇവിടെ വരുമായിരുന്നോ? എടാ ഈ പണി മുഴുവൻ കണക്കാണ്. അല്ലേലും ഈ മുതലാളിയുടെ പണി കണക്കാ. അയ്യോ നീ വേണ്ടത് നിന്നെ നാക്കിയാൻ വേണ്ടി അളക്കാൻ അറിയാവോ? എനിക്ക് അലക്കുന്ന ഒരു പരിചയമില്ല. എന്റെ ഭാര്യ നന്നായിട്ട് കിടന്ന് അലക്കും. അയ്യോ നിന്റെ ഭാര്യ നിന്നെ വാരിയിട്ട് അലക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. അളവറിയാവോ? എനിക്ക് അളവൊന്നും അറിയത്തില്ല. എന്നാ ഞാൻ നിന്നെ കുറച്ച് അളവ് പഠിപ്പിക്കാം. ഇതാണ് ടേപ്പ്. ഇതിൽ 5 അടി വരെ കാണാൻ പറ്റും. അയ്യോ ചേട്ടാ, അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും തമ്മിൽ ഉണ്ടാക്കി അടി എന്റെ കാണാൻ പറ്റുമോ? ഇവൻ എന്നാ മണ്ടനാ? അയ്യോ അങ്ങനൊന്നും പറയില്ല, ഞാൻ അത്രക്ക് ചെറിയ മണ്ടനല്ല. അതെ 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 അതെ. എടാ കൊച്ചേ, നീ 10-15 ഒരു പൈപ്പ് കട്ട് ചെയ്തേ. ഞാനോ? എന്താ മുതലാളി, ഇവനിപ്പൊ ഇഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇവർ ഈ വലിയ പണിയൊന്നും കൊടുക്കരുത്, ഒരു ചെറിയ പണി കൊടുക്കും. അത് മതി. രാഗാൻ അറിയാവോ? എനിക്കറിയാം. അന്നാടെ 2 കത്തി ഇരിക്കുന്നു, രാഗി കാണിച്ചു. അത് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളുടെ 2 കൂടുമ്പം നീ എന്താണ് ഈ പറയുന്നേ? മുതലാളിയല്ലേ പറഞ്ഞ കത്തി എടുത്തിട്ട് പ്രാകാൻ? എടാ പ്രാകാനല്ല പറഞ്ഞേ, കത്തി രാഗി മൂർച്ച ഉണ്ടാക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ അത് പറയണ്ടേ, എനിക്കത് അറിയാമോ? ഇത് പൊങ്ങുന്നില്ല. എടാ ഈ പണിയൊക്കെ ചെയ്യണം, നല്ല ആരോഗ്യം വേണം. അതിന് നീ എന്നാ ചെയ്യണമെന്നറിയോ? മുട്ടയും പാലും കഴിക്കണം, എങ്കിലേ ശക്തി ഉണ്ടാവും. പിന്നെ ചുമ്മാ പറയുന്ന അല്ലടാ, ഉണ്ടാവൂടാവേ. ചുമ്മാ പറയുന്ന ശക്തി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാവോ? 5-6 വർഷം തീരായിട്ട് പാലും മുട്ടയൊക്കെ കഴിച്ചോണ്ടിരുന്നവനെ ഞാൻ. എന്നിട്ട് രാവിലെ എന്നിട്ട് ഞങ്ങളുടെ അവിടെ ഒരു മതിലുണ്ട്. ആ മതിലെ പോയിട്ട് ശക്തി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തള്ളി. ഞാനാണോ തള്ളിയത്, നിങ്ങളാണോ? എന്നാ അങ്ങോട്ട് മാറി ഞാൻ പോയി തള്ളും. പക്ഷെ ഈ മതിൽ അനങ്ങത്തില്ല. അപ്പം വൈകുന്നേരം ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് 2 അടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ മതിലൊക്കെ അവിടെ നിന്നങ്ങോട്ടാ. അതിൽ ഇങ്ങനെയൊക്കെ ആടൂ. മതിലാണ് ആടിയത്, നിങ്ങളാണോ? ആട്ടം നിർത്തി. എന്നാ നിർത്ത്. മതിൽ കിടന്നാടി. നിങ്ങൾ ഇനി പറയാ, ഇതിനകത്ത് ഏത് കുടിച്ചാലാ ശക്തി ഉണ്ടാകുന്നു? അത് ശരിയാണല്ലോ മുതലാളിയെ. ഇതെന്നാത്തി നീ റിംഗ് പട്ടിക്ക് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ? എന്റെ മോനെ, അത് ഡ്രിങ്ക് പട്ടി അല്ലടാ, അതാണ് വെൽഡിംഗ് മിഷൻ. ഉയ്യോ, ഇതാണോ വെൽഡിംഗ് മിഷൻ? അയ്യോ നിന്റെ നാട്ടിൽ പിന്നെ ഇതിന്റെ പേരെന്നാടാ? അത് ജോൺസൺ തുളിശ്ശേരി. അയ്യോ നീ മിണ്ടരുത്, നിന്റെ നാക്കിയാൻ വെൽഡി. നീ കുറച്ചു നാളായിട്ടേ താമസിച്ചാ പണിക്ക് വരുന്നത്. നാളെ തൊട്ട് നേരത്തെ കഴിഞ്ഞ് വരണം. അയ്യോ നിന്നോട് കൂടിയാ പറഞ്ഞേ, നാളെ 8 മണിയാവുമ്പോ ഇങ്ങോട്ട് വരണം. എന്റെ മുതലാളി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അന്നേരം കുട്ടികളുണ്ടോ? എന്റെ മുതലാളി നാളെ ആ ബസ്സിലൊന്ന് കയറി നോക്ക്. എന്തിന്? നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്യൂ. അതാണോ ഞാൻ പറഞ്ഞത്? ഞാൻ ആ സമയത്ത് ബസ്സിൽ കയറണമെങ്കിലേ സ്കൂൾ കുട്ടികൾ ആ ബസ്സിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ശരി. അല്ലേ ഈ ചേട്ടൻ ഭയങ്കര റിച്ചാ കേട്ടോ. വർക്ക്ഷോപ്പിലൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് പടന്നോണ്ടിരിക്കുക. മാത്രമേ ഉള്ളൂ. എടാ ഇത് പുകയടിക്കാതിരിക്കാനാ. ഇത് വെച്ചാ പുകയടിക്കത്തില്ലേ? പുകയടിക്കത്തില്ല. എന്നാ മുതലാളി, എന്റെ മാമന്റെ മോൻ ഒരുത്തനുണ്ട്. അവൻ ഇതുപോലത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവൻ വെൽഡറാണോ? വെൽഡറല്ല, അവൻ 24 മണിക്കൂറും പുകയാന്ന് ആ നാട്ടുകാർ മൊത്തവും പറയുന്നതേ.
കട്ടർ എവിടെയാ? ആ കട്ടറോ എന്റെ വീടിന്റെ ഫ്രണ്ടിലെ റോഡ് മുഴുവൻ കെട്ടറാ. ഞാൻ ആ മെനകെട്ട പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു ഞാൻ മടുത്ത്. എടാ മെനകെട്ടവനെ, ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ഇവിടുത്തെ കട്ടർ മെഷീൻ എന്ത് ചെയ്യാനാ ചോദിച്ചത്? ഇന്ന് വന്ന് കയറി എന്നോടാണോ കട്ടർ മെഷീൻ ചോദിക്കുന്നത്? അത് ഞാൻ നിന്നോടാണ് ചോദിച്ചത്, അവനോടല്ലേ ചോദിച്ചത്. ഇടയ്ക്ക് കയറി ഇത് പറയാൻ എനിക്ക് എന്നാത്തിന്റെ ഗുരുവാ? അതാ എനിക്കും മനസ്സിലാകാത്തത്. എന്റെ പൊന്നെ, ഈ മേശയുടെ കാല് മൊത്തം ഇളകുന്നുണ്ട് കേട്ടോ. അയ്യോ അവിടെ ശരിയാണല്ലോ. എടാ കണ്ണാ, നീ ആ മേശയുടെ കാലിനടിയിലോട്ടെ രണ്ടാടി അങ്ങ് വെച്ചു കൊടുക്ക, അത് മുറിയിരുന്നോളും. എന്റെ അടയൊന്നുമില്ല. 10 മണി ഞാൻ കഴിക്കാൻ കൊണ്ടുവന്ന കൊഴുക്കട്ട ഉണ്ട്, എടുത്ത് വെച്ചാൽ മതിയോ? എന്റെ ദൈവമേ, ഇത് ഞാൻ ആരോട് പറയാനാ?